ദുബായിൽ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങി, പക്ഷെ അവിടെ വന്ന് നിൽക്കണമെങ്കിൽ വിസ വേണ്ടേ? യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് അതിനെ പറ്റിയിട്ടാണ്. ദുബായിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിയാൽ നിങ്ങൾക്ക് വിസ കിട്ടുമോ കിട്ടില്ലേ, അത് കിട്ടുകയാണെങ്കിൽ തന്നെ എത്ര കാലത്തേക്കാണ് വിസ, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും ദുബായിൽ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 2 ടൈപ്പ് പ്രോപ്പർട്ടി വിസാസാണ്. ഒന്നെന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഇൻവെസ്റ്റർ വിസ, മറ്റൊന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഗോൾഡൻ വിസ. ഓക്കെ, അതിന് രണ്ടിനും എലിജിബിലിറ്റി വ്യത്യാസമുണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റർ വിസ. പ്രോപ്പർട്ടി ഇൻവെസ്റ്റർ വിസ എന്ന് പറഞ്ഞാൽ അത് 2 വർഷത്തെ വാലിഡിറ്റി ആണുള്ളത്. ഇവിടെ ദുബായിൽ ഏതൊരു വിസയാണെങ്കിലും, എംപ്ലോയ്മെൻറ്റ്, ഇൻവെസ്റ്റർ വിസ, ഇനി അതല്ല ഗോൾഡൻ വിസ, ഏതൊരു ടൈപ്പ് വിസയാണെങ്കിലും എല്ലാത്തിനും വാലിഡിറ്റി ഉണ്ട്. ആ വാലിഡിറ്റി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും റിന്യൂ ചെയ്യണം, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇൻവെസ്റ്റർ വിസ 2 ഇയർ ആണ് വാലിഡിറ്റി വരുന്നത്. പക്ഷേ അതിൻ്റെ മെയിൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി 7.5 ലക്ഷം ദിർഹംസ്, 7.5 lakh ദിർഹംസ് വാല്യൂ ഉള്ളതായിരിക്കണം. ആ പ്രോപ്പർട്ടിയുടെ 50% നമ്മൾ പേയ്മെൻറ്റും ചെയ്തിരിക്കണം. ഇപ്പോൾ റെഡി പ്രോപ്പർട്ടി ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ബാങ്കിൽ ലോൺ എടുത്തോ അല്ലെങ്കിൽ റെഡി ക്യാഷ് കൊടുത്താണെങ്കിലൊക്കെ നമ്മൾ അതിൻ്റെ മിനിമം 50% കഴിഞ്ഞിരിക്കണം. ഇനി അതല്ല ഓഫ് പ്ലാൻ ആണെങ്കിൽ, നമ്മൾ പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ നടക്കുന്നുള്ളെങ്കിൽ അതിൻ്റെ 50% നമ്മൾ പേയും ചെയ്യണം. അതിൻ്റെ കൂടെ ആ കൺസ്ട്രക്ഷനും 50% കഴിഞ്ഞിരിക്കണം. ഇവിടെ ദുബായിയുടെ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഉണ്ട്, ദുബായ് റെസ്റ്റ് അപ്ലിക്കേഷൻ. അതിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് മിനിമം 50% കംപ്ലീറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ കംപ്ലീറ്റ് 7.5 ലക്ഷം ദിർഹംസ്, 7.5 lakh ദിർഹംസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പകുതി അടച്ചാൽ മതി. ബട്ട് പകുതി കൺസ്ട്രക്ഷനും കഴിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് എലിജിബിലിറ്റി കിട്ടുള്ളൂ. ഇനി അടുത്ത കേസ്, ഇവിടെ ഗോൾഡൻ വിസ ആണെങ്കിൽ 10 വർഷമാണ് വാലിഡിറ്റി ഉള്ളത്. ഒരുപക്ഷെ എല്ലാവരും അറിയായിരിക്കും. പക്ഷേ ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പോർട്സ്, അതായത് നമ്മളെ പാർട്ണറെ, പിന്നെ അതുപോലെ നമ്മുടെ മക്കളെ, നമ്മുടെ പാരൻസിനെ, നമ്മുടെ ഡ്രൈവർ, മെയ്ഡ്, അങ്ങനെ എല്ലാവരെയും നമുക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നതാണ് 10 വർഷത്തേക്ക്. ഇതിന് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി 2 million, അതായത് 20 ലക്ഷം ദിർഹംസ് മിനിമം വാല്യൂ വേണം. 20 ലക്ഷം ദിർഹംസോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ, 2 or 2 million ദിർഹംസ് വാല്യൂ വേണം. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി റെഡി ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പേ ചെയ്തല്ലോ, നമ്മൾ എലിജിബിൾ ആണ്. ഇനി ഓഫ് പ്ലാൻ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ 50% പേയ്മെൻറ്റ് ചെയ്തിരിക്കണം എന്നാണ് ഗോൾഡൻ വിസയുടെ. ഇതിൽ ചെറിയൊരു കറക്ഷൻ എന്ന് പറഞ്ഞാൽ ചില ഡെവലപ്പർ ലൈക്ക് MR അവർ ഡൗൺ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ഇത് കൊടുക്കുന്നുണ്ട്. ബട്ട് മേജർ കേസിലും 50% എമൗണ്ട്, അതായത് 2 million പകുതി 1 million നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിരിക്കണം, എന്നാലേ നമുക്ക് ഇതിനൊരു എലിജിബിലിറ്റി കിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് മേജർ കാര്യം. ഇനി നമ്മുടെ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂവിന് 2 million വേണ്ട. നമുക്കിപ്പോൾ ഒരു പ്രോപ്പർട്ടി 1 million ഉണ്ട്, വേറൊരു പ്രോപ്പർട്ടി 1 million ഉണ്ട്, വീണ്ടും ഒരു പ്രോപ്പർട്ടി 1 million ഉണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്കിപ്പോൾ 2, 3, 4 പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും വാല്യൂ കൂട്ടിയിട്ട് 2 million അതിന് മുകളിലോ ഉണ്ടെങ്കിൽ നമ്മൾ ഗോൾഡൻ വിസയ്ക്ക് എലിജിബിളാണ്. അപ്പോൾ ഈ 2 വിസകളാണ് നമുക്ക് എലിജിബിലിറ്റി തരുന്നത്. പിന്നെ അടുത്ത ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ദുബായിൽ ഗോൾഡൻ വിസയ്ക്ക് വേണ്ടിയിട്ട് പലരും പ്രോപ്പർട്ടി എടുത്തിരുന്നു. പ്രോപ്പർട്ടി എടുക്കും, ഗോൾഡൻ വിസ കിട്ടും, പ്രോപ്പർട്ടി സെല് ചെയ്യും. അത് കാരണം ഇപ്പോൾ അവർ ഗവൺമെൻറ് ഒരു പുതിയൊരു റൂൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് മുൻപായി. നമുക്ക് ഒരു ഗോൾഡൻ വിസയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി ലിങ്ക് ചെയ്തിട്ടാണ് ഗോൾഡൻ വിസ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡൻ വിസയും ക്യാൻസലാവും. ഒരു ചെറിയൊരു ഗ്രേസ് പീരീഡ് 28 to 30 days ഗ്രേസ് പീരീഡ് കിട്ടും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പുതിയൊരു പ്രോപ്പർട്ടി മേടിച്ചിട്ട് അത് നമുക്ക് ഈ വിസ ലിങ്ക് ചെയ്യണം. അതല്ലാതെ ഗോൾഡൻ വിസ കിട്ടിയിട്ട് പ്രോപ്പർട്ടി സെല് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണെങ്കിൽ നടക്കില്ല. കാരണം നമുക്ക് ഗോൾഡൻ വിസ വേണമെങ്കിൽ ആ പ്രോപ്പർട്ടി നമ്മുടെ പേരിലുണ്ടായിരിക്കണം. ഇനി അതല്ല, ആ പ്രോപ്പർട്ടി വിറ്റിട്ട് 1 മാസത്തിൻ്റെ ഉള്ളിൽ വേറെ പ്രോപ്പർട്ടി എടുത്തിരിക്കണം നമ്മൾ, എന്നാലേ നമ്മുടെ ഗോൾഡൻ വിസ വാലിഡ് ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് 2 വിസകൾ: പ്രോപ്പർട്ടി ഇൻവെസ്റ്റർ വിസ for 2 years and property golden visa for 10 years.